Very good morning all. Once more all are welcome to Cost and Management Accounting new classroom. Today we are going to discuss methods of pricing material issues or methods of valuing materials. ഒരു കമ്പനിയിലെ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റോ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഡിപ്പാർട്ട്മെൻറ്റിലെ കമ്പനിയുടെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റോ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന സമയം എങ്ങനെയാണ് ആ മെറ്റീരിയൽസിൻ്റെ മേലെ പ്രൈസ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. Materials are purchased not at one time but at different times in different quantities at different prices. Thus, stock consists of materials purchased in different quantities in different dates at different prices. From the stock, required quantities of material are issued for production. When materials are issued for the production from the stock consisting of different lots at different prices, a problem arises as to which price should be used for pricing material issues. In other words, at what price materials should be charged to product or job. There are several methods of pricing or valuing materials. While choosing a method, it should be seen that the method is simple, cost-effective, and realistic. While selecting a method of pricing material issue, the following factors should be considered. That is number 1, objectives of the business. Second one, method of production. Third, process of production. Fourth, nature of business. Fifth, frequency of purchases. Sixth, change in price expected. Change in price expected. Next, level of stock to be maintained. Next, inventory turnover. Next, government regulations and management policy regarding സ്റ്റോക്ക് വാല്യുവേഷൻ എക്സെട്ര. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവശ്യമാകുന്ന മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന സമയം മെറ്റീരിയൽസിൻ്റെ മേലെ ചാർജ് ചെയ്യുന്ന പ്രൈസ് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ പല ഡേറ്റുകളിൽ പല സമയങ്ങളിൽ പലതരത്തിലുള്ള ക്വാണ്ടിറ്റി വൈസിൽ ഡിഫറെൻറ്റ് പ്രൈസിലായിരിക്കും ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ മെറ്റീരിയൽ സ്റ്റോക്കായി കിടക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു മന്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ജാനുവരിയാണ് മാസം എടുക്കുന്നതെങ്കിൽ ജാനുവരി 1 ദെൻ ജാനുവരി 7, ജാനുവരി 15, 20 or 25, എനിവേ അപ്പോൾ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ഡേറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും ഔട്ട്സൈഡിൽ നിന്ന്. അപ്പോൾ ഈ പർച്ചേസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഡേറ്റ് വൈസ് ആകുമ്പോൾ തന്നെ അതിൻ്റെ പ്രൈസിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ പ്രൈസിൽ വ്യത്യാസമുണ്ട്, ദെൻ മെറ്റീരിയൽസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രൈസ് ലെവലിൽ ഡിഫറെൻറ്റ് ടൈമിൽ എത്തിയിട്ടുള്ള മെറ്റീരിയൽസിൽ ഏത് മെറ്റീരിയലാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കേണ്ടത്, അപ്പോൾ അതിന് ഏത് തരത്തിലുള്ള പ്രൈസാണ് ചാർജ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലാസ്റ്റിൽ വാങ്ങിയിട്ടുള്ള പ്രൈസാണോ, ഫസ്റ്റിൽ വാങ്ങിയിട്ടുള്ള പ്രൈസാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവറേജ് പ്രൈസാണോ ചാർജ് ചെയ്യേണ്ടത്, അപ്പോൾ ഏത് മെത്തേഡാണ് ഇതിന് വേണ്ടി ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന സമയം കൺസിഡർ ചെയ്യേണ്ട ചില ഫാക്ടേഴ്സാണ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്, ദെൻ പ്രൊഡക്ഷൻസിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻസിൻ്റെ പ്രോസസ്സ്, ദെൻ ബിസിനസ്സിൻ്റെ നേച്ചർ, ദെൻ പർച്ചേസസിൻ്റെ ഫ്രീക്വൻസി, ദെൻ പ്രൈസ് ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതും ഉണ്ടായിട്ടുള്ളതും, ദെൻ ലെവൽ ഓഫ് സ്റ്റോക്ക് ടു ബി മെയിൻറ്റെയിൻ, നമ്മുടെ സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവേണ്ട കൺസിഡറേഷൻ, ഇൻവെൻ്ററി ടേൺ ഓവർ, സ്റ്റോക്ക് ടേൺ ഓവറിൻ്റെ വാല്യൂ,
ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ്, ദെൻ മാനേജ്മെൻറ്റ് പോളിസി. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ദെൻ മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ്. The various methods of pricing material issues may be grouped under the following categories. അപ്പോൾ ഇങ്ങനെ പ്രൈസ് ചാർജ് ചെയ്യുന്നതിന് മേജറായിട്ട് 3 മെയിൻ ഹെഡാണുള്ളത്. നമ്പർ 1 കോസ്റ്റ് പ്രൈസ് ഓർ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്സ്. സെക്കൻഡ് 1 ആവറേജ് പ്രൈസ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ദെൻ തേർഡ് 1 നോഷണൽ പ്രൈസ് മെത്തേഡ്സ്. ദെൻ കോസ്റ്റ് പ്രൈസ് ഓർ ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് ഓർ കോസ്റ്റ് മെത്തേഡിലൂടെ different category ഉണ്ട്. First one, first in first out, that is popularly known as FIFO method, first in first out. Then last in first out, LIFO method, base stock method, specific price, highest in first out, next in first out. ഇതെല്ലാം കോസ്റ്റ് പ്രൈസ് ഓർ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡിലൂടെയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്തെ കാറ്റഗറി ആവറേജ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് മെത്തേഡ്സ് ആണ്. അതിൽ സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്, പീരിയോഡിക് സിമ്പിൾ ആവറേജ്, പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ്, മൂവിങ് സിമ്പിൾ ആവറേജ്, മൂവിങ് വെയ്റ്റഡ് ആവറേജ്. തേർഡ് കാറ്റഗറി നോഷണൽ പ്രൈസ് മെത്തേഡ്സ് ആണ്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് പ്രൈസ്, ഇൻഫ്ലേറ്റഡ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് ആൻഡ് റീയൂസ് പ്രൈസ്. ദെൻ ഈവൻ ദോ here we discuss only FIFO, LIFO, simple average and weighted average methods. പക്ഷെ നമ്മൾ ഇത്രയും മെത്തേഡുകൾ സാധാരണ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ അവരുടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്ന മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മുടെ സിലബസ് ഓറിയൻറ്റഡിൽ നമ്മൾ ഈ ഒരു 4 മെത്തേഡ് പഠിച്ചാൽ മതി. ഒന്ന് FIFO മെത്തേഡ്, second one LIFO method, third one simple average and fourth one weighted average. Okay, ഇനി എന്താണ് FIFO മെത്തേഡ് അഥവാ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? അണ്ടർ ദിസ് മെത്തേഡ് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ് ഇൻ ദ സ്റ്റോർസ്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് മെറ്റീരിയൽസിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ് ഇൻ ദ സ്റ്റോർസ്. സ്റ്റോറിൽ അത് വന്നിട്ടുള്ള ഓർഡറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇഷ്യൂ ചെയ്യുമ്പോൾ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. ഇപ്പോൾ നേരത്തെ വന്നിട്ടുള്ള, ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ജാനുവരി 1 വന്നിട്ടുള്ള, ഇപ്പോൾ ഫെബ്രുവരി 2 ഇഷ്യൂ നടക്കുന്നതെങ്കിൽ ജാനുവരി 1 വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ആദ്യം എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത ഡേറ്റിൽ ജനുവരിയിലെ നെക്സ്റ്റ് ഡേറ്റിൽ ഏതാണോ വന്നിട്ടുള്ളത് ആ മെറ്റീരിയൽ ആയിരിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ഫസ്റ്റ് ലോട്ട് ദെൻ സെക്കൻഡ് ലോട്ട് ഈസ് ഇഷ്യൂഡ് ആൻഡ് സോ ഓൺ. ഓട്ടോമാറ്റിക്കലി closing stock will be valued at the latest prices. This method is also known as original cost method. In times of a falling prices, FIFO method is found to be useful. This is because the cost of material issued to different jobs will be high and profit will be lower. This reduces the tax liability. Then it has the following advantages. Number 1, it is simple and easy to operate. വളരെ സിമ്പിളായിട്ട് നമുക്ക് അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാനും സാധിക്കും. മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ മേലെ അഡീഷണൽ കോസ്റ്റ് ഒന്നും വരുന്നില്ല. നമ്മൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൈസ് എന്താണോ ആ പ്രൈസിൻ്റെ മേലെ തന്നെയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഹെൻസ് ദർ ഈസ് നോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓർ ലോസ്. Then closing stock is valued at market price. Hence the value of closing stock is realistic. Fourth one, in conditions of falling prices, the method gives better results. അപ്പോൾ പ്രൈസ് താഴോട്ട് പോകുന്ന സമയങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് FIFO method. Then even though it has the following disadvantages, that is number 1, this method increases the possibility of clerical errors. ഇപ്പോൾ ഫസ്റ്റ് ഔട്ട് വന്നിട്ടുള്ള
മെറ്റീരിയൽ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡിലോ തേർഡിലോ വന്നിട്ടുള്ള ലോട്ട് മേ ബി നമ്മൾ ഫസ്റ്റിൽ ഇഷ്യൂ ചെയ്ത് പോവാം, അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഓർഡർ വൈസിൽ റെക്കോർഡ് ചെയ്ത് പോകുന്നിടത്ത് അപാകത സംഭവിച്ചാൽ ഇഷ്യൂ ചെയ്യുന്നിടത്ത് പ്രോബ്ലം ഉണ്ടാവും, അത് കമ്പനിയെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സെക്കൻഡ് വൺ, ഇഷ്യൂ പ്രൈസ് ഡസ് നോട്ട് റിഫ്ലക്ട് ദ കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങി വെച്ചിട്ടുള്ള പ്രൈസിനേക്കാളും കൂടുതൽ വാല്യൂ ആണ് ഇപ്പോൾ ആ ഒരു ഐറ്റത്തിന് മാർക്കറ്റിലുള്ളതെങ്കിൽ ആ വാല്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മളുടെ മെത്തേഡ് എന്താണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ആദ്യം വന്നിട്ടുള്ളതിനെ ആദ്യം ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ആദ്യം വന്നിട്ടുള്ള പ്രൈസിന് അനുസരിച്ചിട്ടാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ തേർഡ് വൺ, കമ്പാരിസൺ ഓഫ് ഡിഫറെൻറ്റ് ജോബ് യൂസിങ് ദ സെയിം മെറ്റീരിയൽ ബിക്കം സംടൈംസ് ഡിഫിക്കൽട്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ജോബിന് വേണ്ടിയിട്ട് സെയിം മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു കമ്പാരിസൺ ഇവിടെ വരുമ്പോൾ അതൊരു പ്രോബ്ലമായിട്ട് അലേർട്ട് ചെയ്യും. ദിസ് മെത്തേഡ് ഈസ് അൺസ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് റൈസിങ് പ്രൈസസ്. പ്രൈസ് താഴോട്ട് പോകുമ്പോൾ ഇത് സ്യൂട്ടബിൾ ആണ്, പക്ഷേ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് അത്ര തന്നെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ, ദെൻ പ്രൈസിങ് ഓഫ് റിട്ടേൺ ടു സ്റ്റോഴ്സ് അണ്ടർ ഫിഫോ. അപ്പോൾ ഫിഫോ മെത്തേഡിലൂടെ സ്റ്റോറിലേക്ക് മെറ്റീരിയൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. അത്തരം സാഹചര്യങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ റിക്കവർ ചെയ്തിട്ടുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തു, പക്ഷേ അവർ അത് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് അത് റിട്ടേൺ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് സ്റ്റോഴ്സ് ലെഡ്ജർ ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മെറ്റീരിയൽസ് വൺസ് ഇഷ്യൂഡ് മേ ബി റിട്ടേൺ ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു സ്റ്റോഴ്സ് for various reasons such as surplus, defective, etc. Then material returned to store is recorded in the receipt column at the price at which they were originally issued. അപ്പോൾ അങ്ങനെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിട്ടേൺ വരികയാണെങ്കിൽ ഇത് റെസിറ്റ് കോളത്തിലാണ് റൈറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഫിഫോ മെത്തേഡ് പ്രകാരം സ്റ്റോഴ്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ 3 കോളംസ് ആണ് ഉണ്ടാവുക മെയിനായിട്ട്. ഫസ്റ്റ് കോളം റെസീറ്റ്സ് കോളം, സെക്കൻഡ് കോളം ഇഷ്യൂ കോളം, ദെൻ തേർഡ് കോളം ബാലൻസ് കോളം. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനകത്ത് എൻ്റർ ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുമ്പോൾ റെസീറ്റ് കോളത്തിൽ എഴുതുന്നു, ദെൻ ഇഷ്യൂവും റെസീറ്റും കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് കോളത്തിൽ റൈറ്റ് ചെയ്യുക. സോ അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഷ്യൂ ചെയ്തത് സ്റ്റോഴ്സിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ഫിഫോ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, റെസീറ്റ് കോളത്തിൽ എൻ്റർ ചെയ്യണം. പ്രൈസ് ചാർജ് ചെയ്യേണ്ടത് അത് ഒറിജിനലി ഇഷ്യൂ ചെയ്തപ്പോൾ ഉണ്ടായ പ്രൈസാണ്, അതിൻ്റെ മേലെ ചാർജ് ചെയ്യുക. ദീസ് ആർ ഇഷ്യൂഡ് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് പ്രൈസിംഗ് യൂസ്ഡ് ഹിയർ അക്കോർഡിംഗ് ടു ഫിഫോ. ദസ് റിട്ടേൺ ആർ ട്രീറ്റഡ് ആസ് ന്യൂ പർച്ചേസ് ഫോർ ദ പർപ്പസ് ഓഫ് നെക്സ്റ്റ് ഇഷ്യൂ. അപ്പോൾ അടുത്ത പർച്ചേസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂ പർച്ചേസ് ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഡിഫക്റ്റീവ് ആണെന്നോ അല്ലെങ്കിൽ എക്സസ് ആണെന്നോ കാണുമ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു, സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ അടിക്കുന്നു. അപ്പോൾ ആ റിട്ടേൺ അടിച്ചിട്ടുള്ള ഇവൻറ്റ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് പോലെ ഇവിടെ റെസീറ്റ് കോളത്തിൽ ആ വന്ന റിട്ടേൺ ചെയ്ത ഡേറ്റിൽ ഫസ്റ്റ് ഇഷ്യൂ ചെയ്തപ്പോൾ എന്ത് പ്രൈസിലാണോ ആ പ്രൈസിൽ റെസീറ്റ് കോളത്തിൽ എൻ്റർ ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് കേസ്, പ്രൈസിംഗ് ഓഫ് റിട്ടേൺസ് ടു വെൻഡർ അണ്ടർ ഫിഫോ. വെൻഡർക്ക് റിട്ടേൺ അടിക്കുന്നു. വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാ, സെല്ലർ. ഓക്കെ, അപ്പോൾ പ്രൈസിംഗ് ഓഫ് റിട്ടേൺസ് ടു വെൻഡർ അണ്ടർ ഫിഫോ. സംടൈംസ് മെറ്റീരിയൽ മേ ബി റിട്ടേൺ ടു വെൻഡർ, ദാറ്റ് മീൻസ് സെല്ലർ being not up to the specification or defective or substandard. Such a return should be recorded in the issue column. അപ്പോൾ നമ്മൾ വാങ്ങിയ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റർ അല്ലെങ്കിൽ നമ്മുടെ സപ്ലയർക്ക് തന്നെ ഡിഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ നമ്മൾ കരുതിയ സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് കാണുമ്പോൾ ഈ മെറ്റീരിയൽ ആ സപ്ലയർക്ക് തന്നെ റിട്ടേൺ അടിക്കുന്നു. അങ്ങനെ റിട്ടേൺ അടിക്കുന്ന സാഹചര്യങ്ങളിൽ ഇഷ്യൂ കോളത്തിലാണ് ഇത് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, സച്ച് റിട്ടേൺ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ഇഷ്യൂ കോളം. These are recorded at the price of the oldest material in stock on the date of return. That if price or date of purchase is not given. അപ്പോൾ നമുക്ക് അതിൻ്റെ പർച്ചേസ് ചെയ്തിട്ടുള്ള, അതായത് ഏത് ഡേറ്റിന് വാങ്ങിയിട്ടുള്ളതാണ് റിട്ടേൺ അടിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ പ്രൈസും നമ്മളോട് പറയാത്ത കേസിലാണെങ്കിൽ, അപ്പോൾ ഇന്ന ഡേറ്റിന് വാങ്ങിയിട്ടുള്ളതാണ് സെല്ലർക്ക് റിട്ടേൺ അടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിലുള്ള പ്രൈസ് എന്താണോ അതാണ് ചാർജ് ചെയ്യേണ്ടത്.
ഇൻ കേസ് അങ്ങനത്തെ പ്രൈസ് അല്ലെങ്കിൽ ഡേറ്റ് അതൊന്നും സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചാർജ് ചെയ്യുക? അറ്റ് ദ പ്രൈസ് ഓഫ് ദ ഓൾഡസ്റ്റ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ അത് റിട്ടേൺ അടിക്കുന്ന സമയം ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസ് എങ്ങനെയാണോ അതാണ് അതിൻ്റെ മേലെ ചാർജ് ചെയ്ത് പോകേണ്ടത്. ദെൻ മൂന്നാമത്തെ കേസ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽസ് അണ്ടർ ഫിഫോ. ഇപ്പോൾ മെറ്റീരിയൽ ഷോർട്ടേജ് ആവും, നമ്മൾ എത്ര കണ്ണിങ് ആയിട്ട് ഇഷ്യൂ റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്, പിന്നെ റെസീറ്റ് റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്, എന്നിരുന്നാലും ഏതെങ്കിലും തരത്തിലൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ടേജ് ഉണ്ടായിരിക്കും മെറ്റീരിയലിൻ്റെ കേസിൽ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഫിഫോ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുക? അറ്റ് ദ ടൈം ഓഫ് വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് സം ഷോർട്ടേജ് മേ ബി ഫൗണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് വെരിഫൈ ചെയ്തു, അപ്പോൾ ആ വെരിഫൈ ചെയ്ത സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്തതും ദെൻ റെസീറ്റ് ഉള്ളതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയപ്പോൾ ഇംബാലൻസസ് ഉണ്ടായി. അതായത് നമ്മൾ സ്റ്റോറേജിൽ എഴുതിയിട്ടുള്ളതും സ്റ്റോറിലുള്ളതും തമ്മിലുള്ള വേരിയൻസ് ഉണ്ടായപ്പോൾ അതിനെയാണ് ഷോർട്ടേജ് ഒക്കർ ചെയ്തു എന്നുള്ളത് പറയാം. സച്ച് ഷോർട്ടേജ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ഇഷ്യൂ കോളം. അപ്പോൾ എന്ത് ചെയ്തു? ആ ഷോർട്ടേജ് കുറവാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്ത് ഇഷ്യൂ ചെയ്തതായിട്ട് കാണിക്കണം. അറ്റ് ദ പ്രൈസ് ഓഫ് ദ ഓൾഡസ്റ്റ് കൺസൈൻമെൻറ്റ് ഇൻ ദ സ്റ്റോക്ക് ഇഫ് ദർ ഈസ് എ സർപ്ലസ് ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ റെസീറ്റ് കോളം. അപ്പോൾ ഷോർട്ടാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്തതായിട്ട് കാണിക്കുന്നു ഓൾഡസ്റ്റ് പ്രൈസിൽ. ഇനി എക്സസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ റെസീറ്റ് കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കും. ഇതാണ് ഫിഫോ മെത്തേഡിലുള്ള ടേംസ്. ഓക്കെ.